സ്നേഹത്തിന് വാക്കുകൊണ്ട് നന്ദി പറയാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ പറഞ്ഞത് അത് വെറുതെ അല്ല എന്ന് വടകര തെളിയിച്ചിരിക്കുകയാണ്. വടകരക്കാർ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ അത് 99,000 അല്ല, അത് 1,14,000 എന്നുള്ളത് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. ഈ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കുകയും തലശ്ശേരി മണ്ഡലത്തിൽ പോലും ഏറ്റവും മികച്ച വോട്ടിംഗ് നില നമുക്കുണ്ടാക്കി തരികയും ചെയ്തവരോട് ഒരു കാര്യം ഞാൻ തീർത്തു പറയുന്നു, ഈ നാടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്ന ഉറപ്പും വാക്കും ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിർന്നില്ല. ഇനി പാനൂരിന് പോകണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്കുണ്ടാക്കി തന്ന അവകാശത്തിന്റെ പേരിൽ ഇന്ന് രാത്രി ഞാൻ ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. നിങ്ങൾ എനിക്കുണ്ടാക്കി തന്ന അവകാശത്തിന്റെ പേരിലാണ് ആ യാത്ര എന്ന ബോധ്യം എന്നും എനിക്കുണ്ടാവും. ഒരു കാര്യം ഞാൻ പറയാം, വേണോട്ടിവിടെ സൂചിപ്പിച്ചു, ഈ 1,14,506 അത് നമ്മൾ അഹങ്കരിക്കാനുള്ള കാരണമാക്കില്ല. ഈ 1,14,506 ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ശൈലി സ്വീകരിക്കാൻ നമുക്കൊരു കാരണമാവില്ല. ഇത് ആരുടെയും വീട്ടിലേക്ക് ബോംബെറിയാനുള്ള കാരണമല്ല. ഇത് ആരുടെയും വീടുകളിലേക്ക് പടക്കമെറിയാനുള്ള കാരണമാവില്ല. എന്നെ കേൾക്കുന്ന മുഴുവൻ ജനങ്ങളോടും ഞാൻ പറയുന്നു, ഇതുകൊണ്ട് ഈ നാട്ടിലെ ഒരു മനുഷ്യനെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിപ്പിക്കാൻ UDF-ഉം RMPയും ഉണ്ടാവില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാണ്. ഒരു കള്ളപ്രചാര വേലക്കും വടകരയുടെ രാഷ്ട്രീയ ബോധത്തെ തകർക്കാൻ കഴിയില്ല എന്ന് ഈ നാട്ടിലെ ജനത തെളിയിച്ചിരിക്കുകയാണ്. ഒരു വ്യാജ സ്ക്രീൻഷോട്ടിനും ഈ നാടിന്റെ സമാധാനത്തെ കെടുത്താൻ കഴിയില്ല എന്ന് ഈ ജനത തെളിയിച്ചിരിക്കുകയാണ്. ഇത് ഷാഫി പറമ്പലിന്റെ വിജയമല്ല, ഇത് വടകരയുടെ രാഷ്ട്രീയ ബോധത്തിന്റെ വിജയമാണ്. ഈ തെരഞ്ഞെടുപ്പ് നയിച്ചത് ഞാനല്ല, ഈ തെരഞ്ഞെടുപ്പ് നയിച്ചത് ഇവിടുത്തെ ബഹുമാന്യരായ നേതാക്കന്മാരുമല്ല, ഈ തെരഞ്ഞെടുപ്പ് നയിച്ചത് ഈ നാട്ടിലെ ജനങ്ങളാണ്. നിങ്ങള് തടഞ്ഞപോലെ ഇങ്ങനെ കൂട്ടം കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾ മുന്നോട്ട് വന്നു. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കഠിനാധ്വാനം ചെയ്തു. നിങ്ങൾ മഴ കൊണ്ടു, നിങ്ങൾ വെയിലേറ്റു, നിങ്ങൾ രാവും പകലും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഇറങ്ങി. ഈ ജനതയുടെ രാഷ്ട്രീയ ബോധത്തെ കള്ളപ്രചാര വേദങ്ങളിലൂടെ തകർക്കാൻ ശ്രമിച്ചവർ, വ്യാജമായി ഉണ്ടാക്കിയ ഒരു നിർമ്മിതിയുടെ പേരിൽ വർഗീയ ആരോപണങ്ങളെ ചമച്ചവർ, അവർ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന CPI-ന്റെ നല്ലവരായ സഹപ്രവർത്തകർ, ഒരു കാര്യം ഞങ്ങൾ നിങ്ങളോടും പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങളോടും വിരോധമില്ല. കാരണം നിങ്ങളെപ്പോലും പറ്റിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങളിലെ സാധാരണക്കാരൻ വോട്ട് ചെയ്യാതെ ഈ 1,14,000 ഈ മണ്ഡലം എത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ നാടിന്റെ പുരോഗതിക്ക് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകും. ഈ നാടിന്റെ ഐക്യത്തിന് നാട്ടിലെ ജനങ്ങളെ ഒന്നായി കാണും. നിങ്ങൾ തരുന്നൊരു അവസരം കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന് അകത്തും പുറത്തും ഈ നാടിന് വേണ്ടി ശബ്ദിക്കും. ഈ നാടിന്റെ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും. എല്ലാ അഹങ്കാരങ്ങളെയും എല്ലാ അധികാരങ്ങളെയും അത് ഞാൻ തെളിച്ചു പറയുന്നു. താടിയുള്ള അഹങ്കാരമാണെങ്കിലും ശരി, താടിയില്ലാത്ത അഹങ്കാരമാണെങ്കിലും ശരി, അത് ഹിന്ദി പറയുന്ന അഹങ്കാരമാണെങ്കിലും ശരി, മലയാളം പറയുന്ന അഹങ്കാരമാണെങ്കിലും ശരി, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത് കോട്ടിട്ട അഹങ്കാരമാണെങ്കിലും ശരി, അത് മുണ്ടെടുത്ത അഹങ്കാരമാണെങ്കിലും ശരി,